തനിക്ക് എങ്ങനെ ധൈര്യം വന്നിടൂ എന്റെ പെങ്കൊച്ചിനെ ചോദിച്ചു വരാൻ? അതും 6ാം ക്ലാസ് തോറ്റപ്പോ പടക്കം പൊട്ടിച്ച് പുസ്തകം ഉടച്ചു വെച്ച യവന് വേണ്ടി. അവള് BSc. ജപ്തി നോട്ടീസും മൂത്തതിന്റെ സ്ത്രീധന ബാക്കിയും കെട്ടുപ്രായം തിരിഞ്ഞു നിൽക്കുന്ന വേറൊരെണ്ണവും മാത്രം സമ്പാദ്യമായിട്ടുള്ള നിന്റെ ചെറുക്കന് എന്റെ കൊച്ചിനെ കൊടുക്കാനും. അവളെ അങ്ങ് കൊന്നുകളയുന്നതല്ലേടൂ അതിലും ഭേദം. അമ്മച്ചി പറഞ്ഞു 10ാം ക്ലാസ് തോറ്റവരാ ഈ കട്ടപ്പനയിലെ 3/4 ചെറുപ്പക്കാരും. അവരാരും ജീവിക്കുന്നില്ലേ? അയാളുടെ ഒരു PSc. നീ അവളോട് പോകാൻ പറ ജോസൂട്ടി. ഇളയ പെങ്ങള് മോളിക്കുട്ടിയും പറഞ്ഞു. ഓ പിന്നെ ജപ്തി നോട്ടീസ് വന്നവരാരും ഈ നാട്ടിൽ പെണ്ണ് കെട്ടത്തില്ലായിരിക്കും. ഇച്ചായനെ വച്ചു നോക്കുമ്പോ ആ പെണ്ണിന് എന്നാ സൗന്ദര്യം ഉണ്ട്. അവളെക്കാൾ സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കൊണ്ട് ഞാൻ എന്റെ ഇച്ചായനെ കെട്ടിച്ച് അവളുടെ അപ്പനില്ലേ ആ കാടൻ തോമ അയാളുടെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. നോക്കിക്കോ. അപ്പം മാത്രം പറഞ്ഞു, അയാള് പറഞ്ഞതിലും കാര്യമില്ലേ ജോസൂട്ടി? നീ അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയേ. ഓ ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ഒരു ഉപദേശം. ഇച്ചായ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ജെസ്സി കുസീന്നെങ്ങാനും പറഞ്ഞ അവളുടെ പുറകെ നടന്നെങ്ങാനും ഞാൻ അറിഞ്ഞ അതിന് ജെസ്സി എന്നാ തെറ്റാ ചെയ്തേ? ഓ പിന്നെയും ജെസ്സി ഒരെണ്ണക്ക് തന്നാലുണ്ടല്ലോ മൂത്തതായി പോയി. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. നീ പറഞ്ഞത് നേരാ. ആ കുട്ടി ആളൊരു പാവ. പറഞ്ഞിട്ട് എന്നാ കാര്യം? കയ്യിന്ന് പോവാ അപ്പാ. കയ്യിന്നൊന്ന് വാങ്ങിയാലുണ്ടല്ലോ. നിങ്ങൾ ഒറ്റ ഒരാളെ ഇവനെ വഷളാക്കിയത്. ഇവിടെ നിന്നാലേ ഞാൻ വല്ലതും പറഞ്ഞു പോകും. ഇങ്ങോട്ട് വാടി വേട്ടെ. അമ്മച്ചി മോളിക്കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനും ജെസ്സിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലും സംഭവിച്ചില്ല. അതിനടുത്തൊരു ദിവസം ഞാൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ നശിപ്പിച്ച്. എന്നാ കളിയാടായത്? പോയി ഗോലി കളിക്ക്. എന്റെ ജെസ്സിയാണ് സത്യം. ഞാൻ 6 അടിച്ചിരിക്കും. ഇതൊക്കെ പോയി. എന്നതാ ജോസൂട്ടിയുടെ ഉദ്ദേശം? 6 അടിക്കാനായിരുന്നേ. പക്ഷെ പെട്ടെന്ന് ബാറ്റ് പൊന്തിച്ചുകൊണ്ട് പന്തടി കൂടി പോയി കോലി തെറിച്ചു. ഞാൻ ഔട്ടായി. ഇങ്ങനെ പിള്ളേരുടെ കൂടെ കളിച്ച് നടന്നോ? നീ എന്നാ ജെസ്സി ഭയങ്കര ഒരുമാതിരി ഗൗരവത്തില്? നീ കാര്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ജോസൂട്ടി എന്റെ അപ്പൻ എല്ലാം ഉറപ്പിച്ച മട്ട. ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരും തൊടുപുഴയിന്ന്. ജോസൂട്ടി എന്നെ ഒന്നും മിണ്ടാത്തേ. അതിപ്പോ പെട്ടെന്ന് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ എന്നതാ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതെ. ജോസൂട്ടിക്ക് ഇപ്പൊ എന്നെ എന്തായാലും കെട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. മോളിക്കുട്ടിയുടെ കെട്ട് കഴിയാതെ എനിക്ക് ആ വീട്ടിൽ കയറി വരാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നു കഴിഞ്ഞാ എന്നതാ ചെയ്യണ്ടേ? ഓ അതും ഞാൻ പറഞ്ഞു തരണോ? ജോസൂട്ടി ഇന്ന് 3 മണിയുടെ ബസ്സിന് പെണ്ണ് കാണാനുള്ള കൂട്ടർ കവലയിൽ വന്നിറങ്ങും. അവര് പക്ഷെ എന്റെ വീട്ടിലെത്തരുത്. കർത്താവെ, തട്ടിക്കളയാനോ? കുന്തം വച്ച ജോസൂട്ടി പാലക്കൽ തറവാട്ടിലെ ആൾക്കാരാന്ന് ദല്ലാള് പറഞ്ഞപ്പോ തന്നെ അപ്പൻ എല്ലാം ഉറപ്പിച്ച മട്ട. അവര് വന്ന് കണ്ടിഷ്ടപ്പെട്ട എനിക്ക് സമ്മതല്ലേലും അപ്പനെ കെട്ട് നടത്തും. ഇനിയിപ്പോ അവര് വന്നോട്ടെ എന്നാ ജോസൂട്ടിക്കെങ്കിൽ വന്നോട്ടെ. അപ്പനെല്ലാം ഉറപ്പിച്ചോട്ടെ. ഞാൻ പോവാ. ജെസ്സി, ജെസ്സി. എത്ര ആലോചിച്ചിട്ടും വേറൊരു വഴിയും കാണാഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ആ കടുങ്കൈ ചെയ്യാന്ന് ഞാനും ഗീവറീസും കൂടി അങ്ങ് ഉറപ്പിച്ചു. ജംഗ്ഷനിൽ ഒരേ ഒരു ടാക്സി ഡ്രൈവറായ രമേശന് ആ ജോലി ഏൽപ്പിച്ചു. കർത്താവിന് നിരക്കാത്തതാ, പക്ഷെ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. സമയം 3 അവരിതുവരെ കാണില്ലല്ലോ. രമേശ, നീ ജെസ്മോളെ കുറിച്ച് കൂടുതൽ വേണ്ടാതിനൊന്നും അവരോട് പറഞ്ഞേക്കല്ലേ. എടാ ഞാൻ അങ്ങനെ പറയുവാടാ. അത് നമ്മുടെ ജെസ്മോളെ കുറിച്ച്. പിന്നെ പെണ്ണിനൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞ് ഈ ആലോചന മുടങ്ങണമെന്നുണ്ടോ? ഉറപ്പില്ല. പെണ്ണ് ഗർഭിണിയാന്ന് പറഞ്ഞാലും ഒറ്റ മോളെ കാശും കണ്ടോണ്ട് വന്നവൻ തിരിച്ചു പോകണമെന്നില്ല. ഗർഭോ? ആരുടെ ഗർഭം? ഓ ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോ നീ അതിനെ കയറി പിടിക്കല്ലേ? ഉദാഹരണം പറഞ്ഞാണല്ലേ എന്റെ ഉള്ളാന്തി പോയിന്നേ.
അവക്ക് ഞാൻ വഴി അല്ലാണ്ട് വേറൊരു ഗർഭം ഓ ചിന്തിക്കാണ്ട് പറ്റില്ല. അല്ലടാ എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാ. കൊല്ലിച്ച്. അല്ല രമേശ, നീ അപ്പൊ വേറെ എന്നാ പറയാൻ പോകുന്നേ? അതൊക്കെ ഞാൻ വേണ്ട രീതി കൈകാര്യം ചെയ്തോളാം. നീ പേടിക്കാതിരിക്കേ. എത്ര കുടുംബം കളിക്കണവനാ ഞാൻ. എന്തിനേറെ പറയണ്, എന്റെ ഒരൊറ്റ വർത്താനത്തിലാണ് എന്റെ അച്ഛനും അമ്മ ഇപ്പൊ 2 വഴിക്ക് 2 വീട്ടിലായത്. എങ്ങനെ? കുട്ടി നിന്നിരുന്നപ്പോ അമ്മയെ പഴമെന്ന് പറഞ്ഞു അച്ഛൻ കേട്ടത് അമ്മ പിഴയെന്നാ. ഇപ്പൊ അമ്മ വേറെ വീട്ടിലോ അച്ഛൻ വേറെ വീട്ടിലോ. അത്ര ഒന്നുമില്ല നിന്റെ പ്രശ്നം. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പയ്യൻ കൊള്ളാൻ കേട്ടോ. നിന്നെ ഇനിയും കൊല്ലൂട്ടോ. വൃത്തിയായിട്ടവൻ, ഒരു രസമില്ല. പാന്റ് ഇഞ്ച് ചെയ്ത് വന്നേക്കാ. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? കഷ്ടി 1.5 കിലോമീറ്റർ. ഒരു ഓട്ടോ പിടിച്ചു പോകാനുള്ള ദൂരേ ഉള്ളൂ. എടാ, ആ ഓട്ടോകൾ അവിടെ കിടന്ന പ്രശ്നമാവും. അവർ ഓട്ടോയിൽ കയറി പോവും. പിന്നെ നമ്മൾ ടാക്സിനെ മൈൻഡ് ചെയ്യില്ല. പണി പാളൂട്ടടാ. നീ വന്നേ. എന്നതാ എന്നാ ചെയ്യാൻ? ആടാ ഓട്ടം അവിടെ നിന്ന് മാറ്റാ. നീ കൂടെ വാ. എന്നെ അങ്ങോട്ട് പോയി ഈ വണ്ടി ആരോ ഓടിക്കണം. നീ ഫ്രണ്ടിലോട്ട് കയറി. വണ്ടി വിട്ടോ, വേഗം വിട്ടോ. ചേട്ടാ, ആ ഓട്ടോയുടെ പുറകെ വിട്ടോ. ആ ഓട്ടോ രണ്ടും പോയി. എങ്കിലും അതൊരു പോക്കാ, 2 ഓട്ടോയും ഒരുമിച്ച്. ഓട്ടോ പോണെങ്കിൽ പോട്ടേന്ന്. 1-ാം തരം ടാക്സിയല്ലേ അവിടെ കിടക്കണത്. ഓട്ടോ കാശിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കാറാണല്ല. അതെ, അതിന്റെ ഗമയൊന്ന് വേറെ തന്നെയാണ്. ഇനി ഏതായാലും അവര് നമ്മളെ കാത്തിരുന്ന് മുഷിയണ്ട. അതെ, കാറായിക്കോട്ടെ, ആയിക്കോട്ടെ. ഒരു ഗമയാവുമല്ലോ. അതെ, അത് തറവാടിത്തം. വാ. ഈ സമയത്ത് എന്താ തോമാച്ചന്റെ വീട്ടിലേക്ക് ഒരു പോക്ക്? അതിന് അസമയമൊന്നുമല്ലല്ലോ. സാധാരണ അസമയത്താണ് അങ്ങോട്ട് ആൾക്കാർ പോണത്. അസമയത്തോ? ഓ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാന്നേ. നിങ്ങളിപ്പോ എന്നാത്തിന് പോവുക? ഇവന് പെണ്ണ് കാണാൻ, അയാളുടെ മോളെ. എന്നെ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ ചേട്ടന്മാരെ. പെണ്ണ് കാണാനാ? ആരെ? കട്ടപ്പന ജെസ്സിയെ. കട്ടപ്പന ജെസ്സിയോ? അവളിപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് അറിയപ്പെടണത്. ആഹാ, അതങ്ങനെയല്ല. ഈ തോപ്പിൽ ബാസി, കമുകുറ പുരുഷോത്തമൻ, പന്തളം സുധാകരൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൂ. അവരൊക്കെ എന്ത്? അതൊന്നുമല്ല. എരുമേലി ശാന്ത, ഇടപ്പള്ളി അമ്മിണി, കോട്ടയം ആനന്ദവല്ലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. മതി, നിർത്തിക്കേ. വണ്ടി തിരിച്ചിട്ടെ. താനെന്താ വിചാരിച്ചേ? വണ്ടിയുടെ ബാലൻസ് ഒലക്കലടാ. വണ്ടി നിർത്താൻ പോയി പുറത്തു പോയി കിടന്നിട്ട്. രമേശൻ അക്കാര്യം ഓക്കെ ആക്കി. അങ്ങനെ അവരും പിന്നീട് ജെസ്സിമോളെ പെണ്ണ് കാണാമെന്ന പലരും രമേശന്റെ സഹായം കൊണ്ട് അവളുടെ വീട് വരെ എത്താതെ തിരിച്ചു. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയും പോലെ ഇത് അവര് തന്നെയാണ്, ഉറപ്പാണ്. ഉറപ്പായിട്ടും വേറെ പെണ്ണിന്റെ വീട്ടിലേക്കുള്ള ആൾക്കാരല്ലേ? ഓ അല്ലടാ, ഇത് അവര് തന്നെയാണ്. എന്നാ പിന്നെ നമുക്കിനി ഓട്ടോ വിളിച്ച് പോയാലോ? വേജല്. അതെ രമേശ, അവളെ അങ്ങനെ അങ്ങ് കടുപ്പിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് പറയുന്നല്ലേ ഞാനായിട്ട്. അതെന്നാണെന്നറിയോ, അവളെ വല്ലാതെ പറഞ്ഞ് തറയാക്കി കഴിഞ്ഞാൽ പിന്നെ കേട്ട് ഞാൻ തന്നെ ചിലപ്പോ അവളെ കെട്ടിയില്ലെങ്കിലേ കുഴപ്പമെന്ന് തോന്നിയിട്ടേ. അതെന്റെ കുഴപ്പം കൊണ്ടല്ല. നിനക്ക് കല്യാണം പൊളിക്കണോ? കല്യാണം പൊളിക്കണം, പക്ഷെ എന്റെ ഫാമിലി ലൈഫ് പൊളിക്കണം. അതിന്റെ ഭാഗ്യം പോലെ. ചെല്ല്. ഹലോ. ഹലോ, നമസ്കാരം. ഇതാണ് ചെറുക്കൻ. ഇത് ചെറുക്കൻ. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നു. ഡാ, 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 ഡാ. പണി കിട്ടി. വെളുപ്പിന് തിരിച്ചതാ. ഒരുപാട് സ്ഥലത്ത് ട്രാഫിക്. ചേച്ചിയുടെ അപ്പനല്ലേ ഇത്? നമ്മളെ കണ്ടാ നമ്മളല്ലെന്ന് ചോദിച്ചു നോക്കി നിൽക്കണ്ടി പഴമൊക്കെ തുടങ്ങി. ഓട്ടോ അടപ്പുണ്ടല്ലോ, നമുക്ക് അതീ പോവാം. ഓട്ടോ എന്നത്തിന്? ഇവിടെ ടാക്സി അല്ലേ കിടക്കുന്നത്? അതാണ് അതിന്റെ ശരി. എടാ രമേശ, പാടാ. ശരി. എടാ വണ്ടിയിലോട്ട് കയറടാ. ഓ അങ്ങനെയല്ല. ഇത് നമ്മുടെ പയ്യ, ആളും എടുക്കനെ. ഇവിടെ വന്ന് കയറ. ആരാണല്ലോ ഓടിക്കേണ്ടത്? മറന്നുപോയി. ഈ കല്യാണം ഒരു വഴിയാവോ? ഒന്നേ ഉള്ളെങ്കിലും ഒലക്ക കൊണ്ട് തല്ലി വളർത്തണമെന്നൊക്കെ പഴമക്കാര് പറയും. ഒലക്ക പോയിട്ട് ഒരു വടി പോലും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അവളെ പോലെ പക്വതയും സ്വഭാവ ഗുണവും എന്റെ സ്വന്തം മകളെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവും. ദേവേശം പറയും. ജെസ്സിയുടെ അപ്പൻ കടിച്ച പാമ്പിനെ കൊണ്ട് എന്നെ വിഷർക്കിച്ചു. തോമാച്ചേട്ടന്റെ മോളായതുകൊണ്ട് പറയല്ല. ഇത്രയും പക്വത ശുഷ്കാന്തിയുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീട് പാരൽ കോളേജ്, പഠിത്തം കോളേജ്, വീട് പഠിത്തം കോളേജ്. അതിനിടയ്ക്ക് ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണമല്ല. ഒരു ചെറു ചിരി. ഇങ്ങനെയുണ്ട് ഒരു പക്വതയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ പോക്ക് ശരിക്കും ഒരു പോക്കായിരുന്നു. ചെറുക്കിന് ജെസ്സിമോളെ അങ്ങ് പിടിച്ചു. ഉടുമ്പ് പിടിക്കുന്നത് പോലെ ഇഷ്ടം.
കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പനും അമ്മച്ചിയും മോളിക്കുട്ടിയും കടുത്തുരുത്തിയിൽ അമ്മച്ചിയുടെ അടവകപ്പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയ രാത്രി. ജോസൂട്ടി, ജോസൂട്ടി. ഇതെന്നാ ജെസ്സി മോളെ, എന്നാ പറ്റി? എനിക്ക് നീയില്ലാതെ പറ്റത്തില്ല ജോസൂട്ടി. നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ജോസൂട്ടി വേഗം തുണി സാധനങ്ങളെല്ലാം എടുക്ക്. നീ എന്നാ ജെസ്സി പറയുന്നേ? നമ്മളിപ്പോ അങ്ങനെ ചെയ്താ നാളെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന വിഷമത്തെ കുറിച്ച് നീ ആലോചിച്ചോ? നമ്മുടെ വിഷമത്തെ പറ്റി ആരും ആലോചിച്ചില്ലല്ലോ. പിന്നെന്താ? ജോസൂട്ടി വിളിക്കാഞ്ഞിട്ട് പോലും ഞാൻ ഇറങ്ങി വന്നേക്കുവാ. എന്നെ വിഷമിപ്പിക്കല്ലേ. എനിക്ക് സത്യമായിട്ട് ജോസൂട്ടി ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടാണോ ജെസ്സി മോളെ? ഇങ്ങ് നോക്കിക്കേ, നമ്മള് പിരിഞ്ഞ എനിക്ക് നിനക്ക് മാത്രമേ വിഷമാവത്തുള്ളൂ. അല്ലെങ്കിൽ എത്ര പേര് വിഷമിക്കും. നമ്മുടെ വീട്ടുകാർക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും, എന്തെല്ലാം ആപത്തുകൾ ഉണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്ക് ജെസ്സി മോളെ. ചെല്ല്, ആരെങ്കിലും എഴുന്നേക്കണേന് മുമ്പ് ചെല്ലാത്ത ചെല്ല് ജെസ്സി മോളെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഏയ് എന്നോടുള്ള ഇഷ്ട സത്യമാണെങ്കിൽ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചെല്ല് ജെസ്സി മോളെ, ചെല്ല്. ചെല്ലുന്നേ. ജോസൂട്ടി, അങ്ങനെ ജെസ്സി മോള് ഗർഭിണിയായി. ഗർഭം എൻ്റെ അല്ല, അവളുടെ ഭർത്താവിൻ്റെ. എന്നിട്ട് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കർത്താവേ, അത് വെറും ഗ്യാസ് ആയിരിക്കണേ. അന്ന് രാത്രി മനസ്സില്ലാ മനസ്സോടെ ഞാൻ ജെസ്സിയെ പറഞ്ഞു വിട്ടെങ്കിലും അവസാന നിമിഷം ജെസ്സി എങ്ങാനും മനസ്സ് മാറ്റിയാലെന്ന പ്രതീക്ഷയോടെ ഞാൻ അവളുടെ മനസ്സമ്മത ചടങ്ങ് നടക്കുന്ന പള്ളിയിൽ ചെന്ന് കാതോർത്തു. ചാലക്കുന്നിൽ തോമാസിന്റെയും അന്നമ്മയുടെയും മകളായ ജെസ്സിയെ സ്വതന്ത്രമായ മനസ്സോടും തിരുസഭയുടെ കൽപ്പനപ്രകാരവും വിവാഹം കഴിക്കാൻ തട്ടാരപറമ്പിൽ മോനിച്ചന്റെയും സാറയുടെയും മകനായ ഫ്രാൻസിസിന് സമ്മതമാണോ? സമ്മതമാണ്. തട്ടാരപറമ്പിൽ മോനിച്ചന്റെയും സാറയുടെയും മകനായ ഫ്രാൻസിസിന് സ്വതന്ത്രമായ മനസ്സോടും തിരുസഭയുടെ കൽപ്പനപ്രകാരവും വിവാഹം കഴിക്കാൻ ചാലക്കുന്നിൽ തോമാസിന്റെയും അന്നമ്മയുടെയും മകളായ ജെസ്സിക്ക് സമ്മതമാണോ? പറയില്ല. സമ്മതമാണ്. ജോസൂട്ടി, ഓടലടാ, നിക്കടാ. ജോസൂട്ടി